ബോസ്. കുട്ടേട്ടൻ എന്ന് ചോദിക്കാൻ വന്നു. കുട്ടേട്ടാ. യെസ് ബോസ്. സാജൻ പള്ളുരുത്തി, താങ്കളോട് കുട്ടേട്ടന് ഒരു കാര്യം ചോദിക്കാനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് താങ്കളുടെ 2 സുഹൃത്തുക്കൾ സിനിമയിൽ അഭിനയിക്കാൻ ചെന്നൈയിലേക്ക് ട്രെയിൻ യാത്ര നടത്തിയപ്പോൾ ഒരു സംഭവമുണ്ടല്ലോ, എന്തായിരുന്നു അത്? സിനിമാ മോഹം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു കാലഘട്ടത്തിൽ, ഇപ്പോഴാണ് നമ്മുടെ സിനിമ വീട്ടുമുറ്റത്തും അടുക്കളയിലും വഴിവെക്കിലും പുറത്തേക്ക് പോയ ഷൂട്ടിംഗ് ഇഷ്ടം പോലെ കാണാം. ഒരു സിനിമാ നടനെ കാണുക, സിനിമയിൽ കയറുക എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ ഒരുപാട് കാലം സൂര്യചന്ദ്രന്മാർ ദർശിച്ചിട്ടുള്ള ആളുകൾ സ്വപ്നമായിട്ട് മദ്രാസിൽ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു അത്ഭുതമായിട്ട് ഈ സിനിമ നിന്നിരുന്നതാണ്. അപ്പം അത്ഭുതമല്ല, നമുക്ക് മുമ്പിലായി എല്ലാം നമ്മുടെ മുമ്പിൽ കാണാം. അപ്പം സിനിമയിലൊരു ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആരാ പോകാത്തത്? അപ്പോൾ ഒറ്റക്ക് പോകാൻ മടിയുള്ളതുകൊണ്ട് വേറൊരു കൂട്ടുകാരനെയും കയറ്റിക്കൊണ്ട് ഇവർ എറണാകുളത്തുനിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എൻ്റെ കൂടെ വരണം, മറ്റൊന്ന് എന്തായാലും എനിക്ക് അവിടെ ചെല്ലണം, നാളെ അവിടെ ചെന്ന് ഒന്ന് പരിചയപ്പെട്ട് വന്നാലേ നമുക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, നാളെയാണെങ്കിൽ പോകുന്നെങ്കിൽ ട്രെയിൻ ചിലപ്പോൾ സ്ലോ ആയി പോയാൽ അല്ലെങ്കിൽ എവിടെയും കിടന്നു പോയി എൻ്റെ ചാൻസ് പോകും, അതുകൊണ്ട് നീ വന്നോന്നും പറഞ്ഞ് ഇവനെ തീറ്റിപ്പോറ്റി കൊണ്ടുപോകണേണ്. രണ്ടുപേരും കൂടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന ആദ്യമായിട്ടാണ്. മറ്റവൻ പറഞ്ഞ് ടിക്കറ്റ് എടുക്കണം, പ്ലാറ്റ്ഫോം എടുത്തു വെച്ചു, അതുപോരാ കയറാനുള്ള ടിക്കറ്റ് എടുക്കണം, അതും എടുത്ത് അപ്പോൾ കിട്ടി. അതൊക്കെ കയറി അകത്തി വന്നപ്പോൾ മറ്റവൻ നോക്കിയപ്പോൾ പറഞ്ഞു, വിടാ ആ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കാൻ പോലും ഒരു സീറ്റില്ലടാ, എങ്ങനെ നിന്ന് പോകാനാണ്? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ട്രെയിൻ വരും. അവൻ്റെ വിചാരം ഇത് കഴിഞ്ഞാൽ തൊട്ട് പുറകെ വേറൊരു ട്രെയിൻ ഉണ്ടെന്നാ. പിന്നെ നേരം വെളുത്തിട്ടേ ഉള്ളൂ. അത് അവിടെ ചെല്ലുമ്പോൾ ഏത് നേരം അവൻ പറഞ്ഞു, ഇവിടെ കുഴപ്പമില്ലടോ, ബാത്റൂമൊക്കെ ഇല്ലേ, നമുക്ക് അവിടെ ഇവിടെയൊക്കെ തൂങ്ങിപ്പിടിച്ച് നിൽക്കുക, പിന്നെ എനിക്കിരിക്കാനൊരു സ്ഥലം കിട്ടിയാൽ ഞാൻ അവിടെ ഇരിക്കാൻ, എന്നിട്ട് നിനക്കിരിക്കാൻ തരുമ്പോൾ ഞാൻ മാറി തന്നാൽ മതി, അതൊക്കെ നല്ലടാ, അങ്ങനെയൊക്കെ പോകണോടാന്നൊക്കെ പറഞ്ഞു. 10 മണിക്കൂറുണ്ടാ ബന്ധാ, അവർ എത്തണ്ടടാ, 10-12 മണിക്കൂർ, കുഴപ്പമൊന്നുമില്ല നീ കയറ് എന്നൊക്കെ പറഞ്ഞു. ഒന്ന് അന്വേഷിക്കാം, ഞാൻ ആൾക്കാരോട് ചോദിക്കട്ടെ, ചിലപ്പോൾ പാലക്കാടൊക്കെ എത്തിയുമ്പോൾ കുറേ പേര് മാറൂടാ, പിന്നെ കറുത്ത് കോട്ടിട്ട് വന്ന ആളോട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാന്നൊക്കെ പറഞ്ഞു. ഇവരിങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചു, സാറ് മദ്രാസ്, നിങ്ങൾ മദ്രാസ് എല്ലാം മദ്രാസ്, ഒറ്റ സീറ്റ് ഒഴിവില്ല. ഇവൻ പറഞ്ഞടാ മദ്രാസിലാണ് എല്ലാവരും, ഈ ഡ്രൈവർ വരെയും മദ്രാസിലാണ് പോയി ഇറങ്ങണത്, അല്ലാണ്ട് ഈ ഒറ്റ എണ്ണം ഒരു മാർഗമില്ലട്ടാ, രക്ഷയില്ലെന്ന് എനിക്ക് തോന്നുന്നു, നമുക്ക് നാളെ പോവാം. വേണ്ട മദ്രാസിലാണെങ്കിൽ നമുക്ക് അത് നുണവറണേയിരിക്കും എന്നും പറഞ്ഞു. ഇവൻ പറഞ്ഞു, എന്താ ചെയ്യുക, വീട്ടിൽ നിന്നാണെങ്കിൽ പറഞ്ഞ് പുറപ്പെട്ട് പോരുകയും ചെയ്ത്, ചെന്നില്ലെങ്കിൽ ആ ചാൻസ് പോവുകയും ചെയ്ത് ഗോൾഡൻ ചാൻസ് ആയിരിക്കും, ദൈവം വഴിമുടക്കി നിൽക്കണേ നോക്കട്ടെ എന്നും പറഞ്ഞ് ഇവൻ പറഞ്ഞ്, പെട്ടെന്ന് ഇവൻ പറഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, ഞാനത് നോക്കാം എന്നും പറഞ്ഞ് ഇവൻ അവിടെ വന്ന് പാമ്പെന്ന് അങ്ങോട്ട് പറയലും കമ്പാർട്ട്മെന്റിലുള്ള എല്ലാം ബാഗും തലണയൊക്കെ എടുത്തിട്ട് ഒറ്റ ഓട്ടമാണ്. പിന്നെ ആ ഏരിയ നിന്നിട്ടില്ല, ഒക്കെ പോയി കളഞ്ഞു. പാമ്പ് എന്ന് പറഞ്ഞ് ഒക്കെ ഇറങ്ങി ഓടിക്കളഞ്ഞപ്പോൾ ഇവനും കൂട്ടത്തി ഓടി. അവനെ പോയി ഇവൻ വിളിച്ചുകൊണ്ട് വന്നു. അതൊക്കെ എൻ്റെ ഒരു ഐഡിയ ആണ്, പാമ്പുമില്ല ഏണിയില്ല ഒന്നുമില്ല, നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വാ, എല്ലാ സീറ്റും ഉണ്ട്, ഉച്ചവരെ ഇവിടെ കിടക്ക്, അത് കഴിഞ്ഞ് അവിടെ കിടക്ക്, മോളിൽ കിടക്ക്, നമുക്കുള്ളതാണ് ഈ സീറ്റ്, ധൈര്യമായിട്ട് എന്ന് പറഞ്ഞ് കയ്യിൽ കരുതി വെച്ചിരിക്കണ 2 സാധനമൊക്കെ എടുത്തടിച്ച് രണ്ടുപേരും സ്വപ്നം കണ്ട് നേരെ കിടന്നുറങ്ങുന്നു. കണ്ണു തുറക്കുന്നു, ഇതാണ് മദ്രാസ്, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നീറ്റാകുക, വാഷൊക്കെ ചെയ്ത് എല്ലാം സെറ്റപ്പായി കഴിഞ്ഞിട്ട് അടുത്ത് കണ്ട പോലീസുകാരൻ നമുക്ക് ചോദിച്ചു നോക്കാം, സാറിങ്ങേ കോടമ്പാക്കം എങ്കിൽ കോടമ്പാക്കോ, എന്ത് കോടമ്പാക്കം, എടാ മലയാളിയാടാ എന്ന് പറഞ്ഞു. സാറ് മലയാളിയാടാ, രക്ഷപ്പെട്ടാ സാറേ, ഞങ്ങള് പിന്നെ എറണാകുളത്തുനിന്ന് വരികയാണ്, അപ്പൊ കോടമ്പാക്കം ഇതാടാ എറണാകുളം. അല്ല സാർ, ഞങ്ങൾ ഈ ട്രെയിനാണ് വന്നത്. എടാ ഇതിനകത്ത് ഇന്നലെ പാമ്പുണ്ടെന്നും പറഞ്ഞിട്ട് ഈ ബോഗി കട്ട് ചെയ്തിട്ട് അത് ഇന്നലെ പോയി എനിക്ക് ഇത് ഇവിടെ കിടപ്പാണെന്ന്, ഇത് പോയിട്ടില്ല ഇത് അവിടെ കിടക്കണേ, മറ്റത് ഇന്നലെ പോയി, അത് മദ്രാസിലെത്തി. അപ്പൊ ഇങ്ങനത്തെ ചില അനുഭവങ്ങൾ സൂപ്പറായിരുന്നാലും അല്ലേ, അത് കിടിലൻ കേസായി. പ്രദീപേ, ഈ സിനിമയിൽ കുറച്ച് പാട്ടുകളെ പ്രദീപ് പാടിയുള്ളെങ്കിലും പാടിയ പാട്ടുകളെ പ്രദീപിന് സ്റ്റാമ്പായി. കാരണം ചിലപ്പോൾ ചില ആൾക്കാർ ഒരു പാട്ടേ പാടും, പക്ഷെ ആ പാട്ടുകൊണ്ട് അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് സ്കെച്ച് എഴുതാൻ പറ്റും അല്ലേ. പക്ഷേ ഈ ബാർബറ ബാലന്റെ കഥയ്ക്ക് ശേഷം പ്രദീപിന്റെ തിരക്ക് കൂടിയല്ലോ, ഉറപ്പായിട്ടും അല്ലേ. ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏത് പടമായിരുന്നു? പിന്നെ എനിക്ക് ഒരുപാട് പാട്ടുകൾ എനിക്ക് പാടാൻ പറ്റും. ഞാൻ സാറേ 135 സിനിമ പാടിയല്ലേ? 135 പടം പാടിയെന്ന് ഞാൻ കണ്ടാ പറയുന്നത് അല്ലേ. 135 പടം പാടിയ ആൾ ഇങ്ങനെയാണോ ഒന്ന് നിവർന്ന്? എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? 135 ഫിലിംസ് അല്ലേ. വേണ്ടെന്ന് വിചാരിച്ചല്ലേ, നമുക്ക് താങ്ങാൻ പറ്റാത്ത ജാട.